UDF സർക്കാരിന് തിളക്കമേറ്റിയ പദ്ധതിയായി പ്രിയദർശിനി സൗജന്യ യാത്ര മാറിയിരിക്കുകയാണ്. പദ്ധതിയെ കളങ്കപ്പെടുത്താനും തുരങ്കം വയ്ക്കാനും പലരും ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിയും UDF സർക്കാരിന്റെ സുപ്രധാന പദ്ധതിക്ക് കൈയടിച്ചിരിക്കുകയാണ്. പദ്ധതിക്കെതിരായ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി നിർണായകമായ നിരീക്ഷണങ്ങളാണ് നടത്തിയത്. എറണാകുളം തമ്മനം സ്വദേശിയായ മുഹമ്മദ് ഫിർദൌസ് ആണ് പൊതുതാൽപര്യ ഹർജി നൽകിയത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി എന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം. ലിംഗഭേദം മാത്രം മാനദണ്ഡമാക്കി ആനുകൂല്യം നൽകുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 1 എന്നിവ ഉറപ്പു നൽകുന്ന സമത്വത്തിന് എതിരാണ്. ശാസ്ത്രീയ പഠനമോ സാമ്പത്തിക ആഘാത വിലയിരുത്തലോ നടത്താതെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പൊതുജനാഭിപ്രായ രൂപീകരണം നടത്തിയിട്ടില്ല. സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. അതിനാൽ പദ്ധതി റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ഹർജിയിൽ ഉത്തരവ് വരുന്നതുവരെ പദ്ധതി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. മാത്രവുമല്ല, കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പദ്ധതി നേരത്തെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. ഇതോടെ ഹർജിക്കാരനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതി നടത്തിയത്. പാവപ്പെട്ട സ്ത്രീകൾക്കല്ലേ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക എന്നും അത്തരമൊരു പദ്ധതി നിർത്തലാക്കണമെന്ന് എങ്ങനെ പറയാനാകുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. പദ്ധതി നടപ്പാക്കി കഴിഞ്ഞില്ലേ, സർക്കാർ വാക്കുപാലിച്ചതേ കണ്ടുകൂടെ എന്നും കോടതി ആരാഞ്ഞു. ഇത് സർക്കാരിനുള്ള അംഗീകാരമായി മാറി. ഹർജി കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഈ മാസം 15-നാണ് സർക്കാർ പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇതിലൂടെ സംസ്ഥാനത്തെ 3125 ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. പദ്ധതി തുടങ്ങി ദിവസങ്ങൾക്കകം വലിയ ഹിറ്റായി മാറുന്നതാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഓർഡിനറി ബസ്സിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പദ്ധതിയിലൂടെ പ്രതിവർഷം 800 കോടിയുടെ അധിക ബാധ്യത സർക്കാരിന് ഉണ്ടാകും. പ്രതിമാസം 65 കോടി രൂപ. ഈ തുക ഓരോ മാസവും ആദ്യം ഓവർ ഡ്രാഫ്റ്റായി KSRTCക്ക് ബാങ്കുകൾ കൈമാറും. ഇതിനായി സർക്കാർ ബാങ്കുകളുമായി ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പദ്ധതിക്കെതിരെ തുടക്കം മുതൽ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. തൊടുന്യായങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു. അത് അവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്.